Hi dear students, പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൈം ആസ് എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. ടൈം എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് കോൺട്രാക്റ്റിൽ എന്നുള്ള ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Time is the essence of the contract means that is an essential factor. Therefore, the concerned parties must perform their promise within the stipulated time. സാധാരണ രീതിയിൽ ഒരു സമയത്തിനെ പറ്റി അല്ലെങ്കിൽ ഡേറ്റിനെ പറ്റി കൃത്യമായി ഒരു കോൺട്രാക്റ്റിൽ പറയുന്നുണ്ട് എങ്കിൽ ആ കോൺട്രാക്റ്റിലെ പെർഫോമൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ സമയബന്ധിതമായിട്ട് ആ ഒരു പെർഫോമൻസിനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ഒരു കരാർ പൂർണ്ണമാവുകയുള്ളൂ. അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് സമയം എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം ഏതെല്ലാം തരത്തിലുള്ള കരാറുകളിലാണ് ടൈം ഒരു എസൻസായി മാറുന്നത്. അതാണ് നമ്മൾ താഴത്ത് നോക്കുന്നത്. ടൈം ഈസ് എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. പാർട്ടീസ് എക്സ്പ്രസ്ലി അഗ്രീഡ് ടു ട്രീറ്റ് ദ ടൈം ആസ് ദ എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഗ്രിമെൻറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ടൈം വെച്ചിട്ടാണ് ആ ഒരു കോൺട്രാക്റ്റിലെ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ടൈമിനെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പെർഫോം ചെയ്ത് കൊടുക്കേണ്ടത്, എപ്പോഴാണ് ക്യാഷ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് ഗുഡ്സ് ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞ ഒരു കോൺട്രാക്റ്റ് ആണ് എങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിൽ എന്താണ് ഇവിടെ എസൻസ് ആണ് എന്ത് ടൈം. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ നോക്കാം. വെർ ദ ഡിലേ ഓപ്പറേറ്റ് ആസ് ആൻ ഇഞ്ചുറി ടു ദ പാർട്ടി. ടൈമിനെ പറ്റി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എന്താണ് ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ, ഡിലേ ആയിട്ടാണ് ചെയ്ത് കൊടുത്തത് എങ്കിൽ ആ ഡിലേ ആയത് കാരണം അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്റ്റുകൾ എക്സ്പയറി ഡേറ്റ് 1 ദിവസം 2 ദിവസമുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഡെലിവറി ചെയ്യേണ്ടത് ആ ദിവസം അല്ലെങ്കിൽ ആ ഒരു വിത്തിൻ 1 ഡേക്കുള്ളിലായിട്ട് എന്ത് ചെയ്യണം, അത് ഡെലിവറി ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യാൻ പറ്റിയ കണ്ടീഷൻ ആവില്ല, അതെന്ത് ചെയ്യും, ഡാമേജ് ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമാണ് എങ്കിൽ അവിടെ എന്താണ് സമയം വളരെയധികം അത്യാവശ്യമാണ്, നോക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കേസിൽ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ടൈം നോക്കാതെ പെർഫോം ചെയ്ത് കൊടുത്തത് കാരണം എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുന്ന കോൺട്രാക്റ്റ് ആണ് എങ്കിൽ ആ സാഹചര്യത്തിലും എന്താണ് ആ കോൺട്രാക്റ്റുകൾ എന്താണ് ടൈം ഒരു എസൻസായി മാറും. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ പറയുന്നത് നാച്ചുറൽ ആൻഡ് നെസസിറ്റി ഓഫ് ദി കോൺട്രാക്റ്റ്, ദ ടൈം ടു ബി എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. ഇവിടെ എന്താണ് മറ്റൊരു സിറ്റുവേഷൻ പറയുന്നത് എന്താണ്, ഇവിടെ ഒരു കോൺട്രാക്റ്റിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക്, വെജിറ്റബിൾ, ഇതൊക്കെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട്, ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഫെസ്റ്റിവൽ സീസണിലേക്ക് വേണ്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെയൊക്കെ സമയം പ്രധാനമാണ്. എന്താണ് ആ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഫെസ്റ്റിവൽ സീസൺ ആവുന്ന സമയം അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഡെലിവറി ചെയ്തിരിക്കണം. അതാണ് ഇവിടെ ടൈം ഈസ് എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ടൈം ഈസ് നോട്ട് എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. നോട്ട് എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നോക്കുന്നത്. അഥവാ അത്രയും പ്രാധാന്യമില്ല, ടൈമിൻ്റെ കാര്യത്തിൽ പ്രാധാന്യമില്ലാത്ത സാഹചര്യങ്ങൾ അതൊക്കെയാണ്. പാർട്ടീസ് ഹാവ് നോട്ട് എക്സ്പ്രസ്ലി അഗ്രീഡ് ടു ട്രീറ്റ് ദ ടൈം ആസ് എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. പാർട്ടി വ്യക്തമായി പറയുന്നില്ല എന്ത് ഈ ടൈം എന്നുള്ളത് അല്ലെങ്കിൽ എപ്പോഴാണ് പെർഫോം ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായി പറയാത്തൊരു സാഹചര്യമാണ് എങ്കിൽ ആ സാഹചര്യത്തിൽ എന്താണ് ഇവിടെ ടൈമിന് യാതൊരുവിധ കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമത്തത് ഡിലേ ഇൻ പെർഫോമിംഗ് ദ കോൺട്രാക്ട് ഡസ് നോട്ട് ഹാവ് ആൻ എഫക്റ്റ് ആസ് ആൻ ഇഞ്ചുറി ടു ദ പാർട്ടി. ഇവിടെ സമയം വൈകുന്നത് കൊണ്ട് പ്രൊഡക്റ്റിന് യാതൊരുവിധ കേടുപാടുകളോ അല്ലെങ്കിൽ പാർട്ടികൾക്ക് ഒരു ഇഞ്ചുറിയോ സംഭവിക്കാൻ സാധ്യത ഇല്ലാത്ത കരാറുകളാണ് എങ്കിൽ അവിടെ എന്താണ് ടൈം ഒരു എസൻസ് അല്ല. മൂന്നാമത് പറയുന്നത് നാച്ചർ ഓഫ് ദി കോൺട്രാക്ട് ഡസ് നോട്ട് എസ്റ്റാബ്ലിഷ് ദാറ്റ് ടൈം ഈസ് ഓഫ് എസൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. ഇവിടെ എന്താണ് ഈ കോൺട്രാക്റ്റിൻ്റെ നാച്ചർ നോക്കുകയാണ് എങ്കിൽ അവിടെ സമയത്തിന് യാതൊരു പ്രാധാന്യമില്ല. അത്രയും എന്താണ് സമയം നോക്കി ഡെലിവറി ചെയ്യേണ്ട അല്ലെങ്കിൽ പെർഫോം ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ അല്ല എങ്കിൽ അതെന്താണ് അവിടെ ടൈം ഒരു എസൻസ് ആയിട്ട് മാറുന്നില്ല. അതാണ് ടൈമിൻ്റെ കാര്യം പറയുന്നത്.
ഇനി നമ്മൾ അടുത്ത ഒരു ചെറിയൊരു ഭാഗം നോക്കുന്നത് കോൺട്രാക്ട് വിച്ച് നീഡ് നോട്ട് ബി പെർഫോംഡ്. ഒരു കോൺട്രാക്റ്റിലെ പെർഫോമൻസ് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെല്ലാം സാഹചര്യങ്ങളിൽ? കോൺട്രാക്റ്റിലെ പെർഫോമൻസ് ചെയ്തു കൊടുക്കണം, അതാണ് രണ്ട് പാർട്ടികളും ചെയ്തു കൊടുക്കണം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്തു കൊടുക്കണ്ട എന്ന് പറഞ്ഞാലല്ല, ഓൾറെഡി എന്ത് ചെയ്യാം, ആ സിറ്റുവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് ആ സിറ്റുവേഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്നാമത്തെ നോക്കാം. when its performance become impossible ആയിട്ടുള്ള ഒരു കാര്യമാണ് പെർഫോമൻസിലുള്ളത് എങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പിന്നീട് അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്തായി മാറും? ഇവിടെ ആ പെർഫോമൻസ് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത് പറയുന്നത് when the parties to the contract agreed to substitute a new contract for it or to cancel or alter it. ഇവിടെ കോൺട്രാക്റ്റിലെ പാർട്ടികൾ എന്ത് ചെയ്തു? പഴയ കോൺട്രാക്റ്റിന് പകരം പുതിയൊരു കോൺട്രാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ അതിനെ അൾട്ടർ ചെയ്തു, അല്ലെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്തു. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആ പഴയ കോൺട്രാക്റ്റിലെ പെർഫോമൻസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ പോയിന്റാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? when the promise release from its obligation or excuse for its performance either wholly or partly or extend the time for its performance or assert any other satisfaction on its place. ഇവിടെ കോൺട്രാക്റ്റിലെ പെർഫോമൻസ് ചെയ്തു കൊടുക്കേണ്ടത് പ്രോമിസറാണ്. പക്ഷേ പ്രോമിസ് എന്ത് ചെയ്തു? ആ ഒരു പെർഫോമൻസ് ചെയ്ത് കൊടുക്കുന്നതിൽ നിന്നും ഒബ്ലിഗേഷനിൽ നിന്നും അയാളെ ഒഴിവാക്കി, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തു, പാർഷ്യലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പെർഫോമൻസിൻ്റെ ആക്സെപ്റ്റൻസിൻ്റെ എന്ത് ചെയ്തു അവർ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ പെർഫോമൻസ് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. when the voidable contract is set aside, the other party need not perform his promise. ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ കോൺട്രാക്റ്റ് ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എങ്കിൽ അതൊരിക്കലും ആ ഒരു പെർഫോമൻസ് ചെയ്ത് കൊടുക്കേണ്ട. അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയാൽ മാത്രം എന്ത് ചെയ്താൽ മതി? പെർഫോം ചെയ്ത് കൊടുത്താൽ മതി. ഇനി അഞ്ചാമത്തെ കാര്യം പറയുന്നത് where the failure of the performance has been caused by the promise's neglect or refusal, the promiser will be excused. പ്രോമിസർ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രോമിസ് അതിനെ നെഗ്ലക്റ്റ് ചെയ്തു, അതിനെ ഒഴിവാക്കി, അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്തില്ല, അതിനെ റെഫ്യൂസ് ചെയ്തു, അതിനെ തള്ളിക്കളഞ്ഞു, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എങ്കിൽ പ്രോമിസർ പിന്നെ ആ ഒരു പെർഫോമൻസിനെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾ എന്ത് ചെയ്യും? എക്സ്ക്യൂസ് ചെയ്യപ്പെടും. ഇനി ആറാമത്തെ പോയിന്റ് പറയുന്നത് when the contract become illegal. നമ്മുടെ കോൺട്രാക്റ്റ് എന്തായി മാറിയിട്ടുണ്ട്? ഇല്ലീഗൽ കോൺട്രാക്റ്റായി മാറിയിട്ടുണ്ട്. നിയമപരമായിട്ട് സപ്പോർട്ടില്ലാത്ത ഇല്ലീഗൽ ആക്ടിവിറ്റി അടങ്ങിയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കോൺട്രാക്റ്റ് ഉള്ളത് എങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിലെ പെർഫോമൻസിന് ചെയ്തു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് എങ്കിൽ എന്ത് ചെയ്യേണ്ട? ഒരു പ്രോമിസർ ആ ഒരു പെർഫോമൻസിനെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത് പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ്. ജോയിൻറ്റ് പ്രോമിസസിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താണ് ജോയിൻറ്റ് പ്രോമിസ്? when two or more person enter into a joint contract with one or more person, the promise under such a contract are known as joint promises. രണ്ടോ അതിലധികമോ പ്രോമിസുകൾ അടങ്ങിയിട്ടുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോമിസസ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് പ്രോമിസ് കൊടുത്തത് എങ്കിൽ അതിനെ നമ്മൾ ജോയിൻറ്റ് പ്രോമിസ് എന്നാണ് വിളിക്കുക. അങ്ങനെയുള്ള ജോയിൻറ്റ് പ്രോമിസിൻ്റെ സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്, പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ജോയിൻറ്റ് പ്രോമിസസുമായി ബന്ധപ്പെട്ട റൂൾസുകൾ. ഒന്നാമത്തേതാണ് പറയുന്നത് ഡെവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് ലയബിലിറ്റീസ് അഥവാ പാസിംഗ് ഓർ ട്രാൻസ്ഫർ. എങ്ങനെയാണ് ജോയിൻറ്റ് ലയബിലിറ്റീസിനെ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്?
കാരണം ഇവിടെ പ്രോമിസർക്കാണ് ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ പ്രോമിസർക്ക് ഉണ്ടാകുന്ന ഉത്തരവാദിത്വം ഒരാൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ഫറിങ് വരുന്നത്? വെൻ 2 or more persons have made a joint promise, രണ്ടോ അതിലധികമോ ആളുകൾ എന്ത് ചെയ്തു? ഇവിടെ ജോയിൻറ്റ് പ്രോമിസിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഓൾ ഓഫ് മസ്റ്റ് ജോയിൻറ്റ്ലി ഫുൾഫിൽ ദ പ്രോമിസ്. എല്ലാവരും എന്ത് ചെയ്യണം? ഒരുപോലെ ഈക്വലായിട്ട് ആ ഒരു ലയബിലിറ്റിയെ ഏറ്റെടുത്തുകൊണ്ട് പ്രോമിസിനെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം. ഇഫ് ദ പാർട്ടീസ് ഡൈ, ദ ലയബിലിറ്റി ഡിവോൾവ്സ് അപ്പോൺ ദെയർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ജോയിൻറ്റ്ലി. ഇവിടെ എന്ത് ചെയ്തു? ആ ഒരു പ്രോമിസറുടെ ഏതെങ്കിലും ഒരു ജോയിൻറ്റ് പ്രോമിസർ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഒരു ജോയിൻറ്റ് പ്രോമിസറുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യണം? ആ ഒരു പ്രോമിസിനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജോയിൻറ്റ് പ്രോമിസറിൽ നിന്നും ഉത്തരവാദിത്വം ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലേക്ക് പോകുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു റൂൾസ് ആണ് നോക്കുന്നത്. എനി വൺ ഓഫ് ദി ജോയിൻറ്റ് പ്രോമിസേഴ്സ് മേ ബി കമ്പൽഡ് ടു പെർഫോം. ആ പോയിന്റ് ആണ് നോക്കാം. വെൻ 2 or more person make a joint promise, the promisee may, in the absence of express agreement to the contrary, compel anyone or more for such a joint promises to perform all the promises. ഇവിടെ ജോയിൻറ്റ് പ്രോമിസേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. പ്രോമിസി എന്ത് ചെയ്യാം? ജോയിൻറ്റ് പ്രോമിസേഴ്സിൽപ്പെട്ട ആരോടെങ്കിലും ഒരാളോ രണ്ടാളോ അതിൽ കൂടുതൽ ആളുകളോട് എന്ത് ചെയ്യാം? ഇവിടെ പ്രോമിസിന് വേണ്ടി അല്ലെങ്കിൽ പെർഫോമൻസിന് വേണ്ടി എന്ത് ചെയ്യാം? ആവശ്യപ്പെടാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ട്? അയാൾക്ക് ചെയ്ത് കൊടുക്കേണ്ട പെർഫോമൻസിനെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ആളുകളോട്, ജോയിൻറ്റ് പ്രോമിസേഴ്സിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാമത്തെ പറയുന്നത് റിലീസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസർ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. എങ്ങനെയാണ് ജോയിൻറ്റ് പ്രോമിസറുടെ റിലീസ് ചെയ്യൽ? ഇപ്പോൾ ഒരു മൂന്നാളുള്ള പ്രോമിസറായിട്ട് ജോയിൻറ്റ് പ്രോമിസറായിട്ട് മൂന്നാളുണ്ട് എങ്കിൽ അതിൽ ഒരാളെ എങ്ങനെയാണ് ഒഴിവാക്കി കൊടുക്കുക നോക്കാം. 1 or more person have made a joint promise. എന്താണ്? ഒരുപാട് ആളുകൾ കൂടിയുള്ള ജോയിൻറ്റ് പ്രോമിസ് ആണ്. റിലീസ് ഓഫ് വൺ സച്ച് ജോയിൻറ്റ് പ്രോമിസർ ബൈ പ്രോമിസി നോട്ട് ഡിസ്ചാർജ് ദ അതർ ജോയിൻറ്റ് പ്രോമിസേഴ്സ്. ഇവിടെ ഒരാളെ അതിൽ നിന്നും ഒഴിവാക്കി ബാക്കിയുള്ളവരെ നിലനിർത്തി. അഥവാ പ്രോമിസി അഥവാ പെർഫോമൻസ് കിട്ടേണ്ട ആളെന്ത് ചെയ്തു? അയാൾ പറയാണ്, മൂന്നാൾ ചെയ്തു കൊടുക്കേണ്ട പെർഫോമൻസ് ആണ്. അയാൾ പറഞ്ഞു ABC എന്ന് പറയുന്നതിൽ C എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ആ പെർഫോമൻസ് ചെയ്തു തരേണ്ട, എനിക്കത് ആര് ചെയ്തു തന്നാൽ മതി? Aയും Bയും മതി എന്ന് പറഞ്ഞിട്ട് CA മാറ്റി നിർത്തി, അല്ലെങ്കിൽ സിയുടെ ഒബ്ലിഗേഷനെ ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ ജോയിൻറ്റ് പ്രോമിസേഴ്സ് കനോട്ട് ബി മെയ്ഡ് ഫ്രീ ഫ്രം ഹിസ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ അതർ ജോയിൻറ്റ് പ്രോമിസസ്. ഇവിടെ ഒരിക്കലും തന്നെ ഇങ്ങനെ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒഴിവാക്കിയിട്ടുള്ള പ്രോമിസറുടെ ഉത്തരവാദിത്തങ്ങൾ അവസാനിക്കുന്നില്ല. ഓൾറെഡി അവരുടെ കരാറിൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടോ അതെല്ലാം ഇവർ ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഇവിടെ ജോയിൻറ്റ് പ്രോമിസർക്ക് ഉണ്ട്. ഈ ഒഴിവാക്കിയിട്ടുള്ള പ്രോമിസർ കൂടിയുണ്ട്. ഇനി നാലാമത്തെ പോയിന്റാണ് ഡെവല്യൂഷൻ ഓഫ് ജോയിൻറ്റ് റൈറ്റ്സ്. ഡെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറിങ്. വെൻ എ പേഴ്സൺ ഹാഡ് മെയ്ഡ് എ പ്രോമിസ് ടു or more person jointly right to demand the performance of the promise rest with the joint promisee during their joint lives unless otherwise provided. ഇവിടെ എന്ത് ചെയ്തു? 2 or more persons ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു പ്രോമിസ് ആണ്. റൈറ്റ് ടു ഡിമാൻഡ് ദ പെർഫോമൻസ് ഓഫ് ദി പ്രോമിസ്. ഇവിടെ എന്ത് ചെയ്യാം? ഇവർക്ക് ജോയിൻ്റ് ആയിട്ട് പെർഫോമൻസിനെ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻറ്റ് പ്രോമിസികൾ ഉണ്ട് എങ്കിൽ അവർക്കും സാധിക്കും. എങ്ങനെ? ജോയിൻറ്റ് പ്രോമിസികൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ, ജോയിൻ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് ജോയിൻറ്റ് പ്രോമിസസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതാണ് റെസിപ്രോക്കൽ പ്രോമിസസ്. എന്താണ് റെസിപ്രോക്കൽ പ്രോമിസസ്? Promises which form the consideration or part of the consideration for each other are called reciprocal promises. ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്തു, അതിന് കൺസിഡറേഷൻ ഉണ്ട് അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദി കൺസിഡറേഷൻ ഉണ്ട്. ഇതെന്താണ്? ഈച്ച് അതർ, രണ്ട് പേരും അഥവാ പ്രോമിസറും പ്രോമിസി ആയിട്ടുള്ള ആളുകളാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. ഇവിടെ രണ്ട് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പ്രോമിസ് ചെയ്യുന്നുണ്ട്.
സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടികളും പ്രോമിസറാണ്. രണ്ട് പാർട്ടികളും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ കോൺട്രാക്റ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് പ്രോമിസ്. രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയാം. സാധാരണ നമ്മൾ കാണാറുള്ളത് ഒരു ഭാഗത്ത് ഒരു പാർട്ടി മാത്രം പ്രോമിസ് ചെയ്യുന്നു, മറ്റേ പാർട്ടി അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്, രണ്ട് പാർട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. ഏതെല്ലാം ടൈപ്സുകളാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. ഒന്നാമത്തേതാണ് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. When the promises are to be performed by each party independently without waiting the other party to perform his promise, the promises are mutual and independent. എന്താണ് ഒന്നാമത്തേതിൻ്റെ പ്രത്യേകത? ഒരു പ്രോമിസ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ഇവിടെ റെസിപ്രോക്കൽ പ്രോമിസ് നടത്തിയിട്ടുണ്ട്. എന്നാൽ മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടുപേരും പ്രോമിസൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഒരു പാർട്ടി അയാളുടെ പെർഫോമൻസ് ചെയ്തു കൊടുക്കുന്നത് മറ്റു പാർട്ടി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. ഇപ്പോൾ ഞാൻ ഒരാൾക്ക് എന്ത് ചെയ്തു, 10,000 രൂപ കൊടുക്കാമെന്ന് ഒരാൾക്ക് പ്രോമിസ് ചെയ്തു. അയാൾ എന്ത് ചെയ്തു, അയാളുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് എനിക്ക് വിൽക്കാമെന്നും അയാൾ പ്രോമിസ് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അയാൾ എനിക്ക് പ്രൊഡക്റ്റ് തരുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൊടുക്കാനുള്ള 10,000 രൂപ അല്ലെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്ത 10,000 രൂപ എന്ത് ചെയ്തു, അയാൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. അത് അയാളുടെ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അയാൾ എനിക്ക് പ്രോമിസ് ചെയ്തത് കൊണ്ടോ അല്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പെർഫോമൻസ് കംപ്ലീറ്റ് ആക്കി കൊടുത്തു. അയാളുടെ പെർഫോമൻസിനെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വെയിറ്റ് ചെയ്തിട്ടില്ല. അയാളുടെ പെർഫോമൻസിന് ഞാൻ വെയിറ്റ് ചെയ്യാതെ എൻ്റെ പെർഫോമൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അവിടെ ഒരു ഇൻഡിപെൻഡൻസി ഉണ്ട്. അഥവാ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. ഒരാൾ എന്ത് ചെയ്തു, അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അയാളുടെ പെർഫോമൻസ് ചെയ്തു കൊടുത്തു. ഇനി രണ്ടാമത്തത് മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. അഥവാ when the performance of one party depends on the prior performance of the other party. ഒരാൾ ചെയ്തത് കണ്ടിട്ട് എന്ത് ചെയ്തു, രണ്ടാമത്തെ ആൾ ചെയ്തു കൊടുത്തു. ഇപ്പോൾ ഞാൻ 10,000 രൂപ കൊടുത്തു, ആ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അയാളുടെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ കൊടുത്തത് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. അയാൾ എനിക്ക് തന്നത് എന്താണ്, മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ പൈസ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതാണ് മ്യൂച്വൽ ആൻഡ് ഡിപ്പെൻഡൻറ്റിൽ വരുന്നത്. ഇനി അടുത്തതാണ് മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ്. വെൻ ദ പ്രോമിസസ് ആർ ടു ബി പെർഫോംഡ് സൈമൾട്ടേനിയസ്ലി ദ പ്രോമിസസ് ആർ മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ്. അഥവാ നമ്മൾ രണ്ടുപേരും ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ക്യാഷ് കൊടുക്കുന്ന സമയം നോക്കി അയാൾ എന്ത് ചെയ്തു, എനിക്ക് ഇത് തന്നു, ആ ഒരു പ്രൊഡക്റ്റ് തന്നു. അപ്പോൾ രണ്ടുപേരും ഒരേ സമയം കൺകറൻ്റായിട്ട് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ് എന്ന് പറയുന്നത്. ഈ 3 ടൈപ്പാണ് റെസിപ്രോക്കൽ പ്രോമിസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതാണ് അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൽ ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണത്? അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ്. അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടു ദ തേർഡ് പാർട്ടി. ഒരു മൂന്നാമതൊരാൾക്ക്, പ്രോമിസറും പ്രോമിസി അല്ലാത്ത മൂന്നാമതൊരാൾക്ക് എന്ത് ചെയ്തു, എൻ്റെ റൈറ്റ്, അല്ലെങ്കിൽ ഞാനൊരു ഒരു പാർട്ടി ആണെങ്കിൽ എൻ്റെ റൈറ്റ് മൂന്നാമതൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ് അസൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതൊരു പാർട്ടിക്ക് എനിക്കുള്ള റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഞാൻ എന്ത് ചെയ്തു, അയാളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ ഞാനൊരു എനിക്കൊരാൾ ക്യാഷ് തരാനുണ്ട്. അത് എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് തരാനുള്ളതെങ്കിൽ എനിക്കത് വാങ്ങാനുള്ള അവകാശമുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഈ ആ പൈസ വാങ്ങിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തതിനെയാണ് അസൈൻമെൻറ്റ് എന്ന് പറയുക. അഥവാ ഞാൻ അയാളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത്, ആ ഒരു പ്രോസസ്സിനെയാണ് അസൈൻമെൻറ്റ് ഓഫ് എ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 തരത്തിൽ അസൈൻമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അസൈൻമെൻറ്റ് ബൈ ആക്ട് ഓഫ് ദി പാർട്ടീസ്. അത് സാധാരണ അസൈൻമെൻറ്റ് എന്താണ്, ഈ പാർട്ടികൾ തീരുമാനിച്ച പ്രകാരം നടക്കുന്നതിനെയാണ് ആക്ട് ഓഫ് ദി പാർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തത് എന്താണ്, എൻ്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചു കൊടുത്തു. അത് ഞാനാണ് ഏൽപ്പിച്ചു കൊടുത്തത്. അതാണ് ഇവിടെ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ആക്ട് ഓഫ് ദി പാർട്ടീസ്. ഇറ്റ് ടേക്ക് പ്ലേസ് വെൻ ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് ദംസെൽഫ് മേക്ക് ദ അസൈൻമെൻറ്റ്. ഇവിടെ പാർട്ടീസാണ് എന്ത് ചെയ്യുന്നത്, അസൈൻമെൻറ്റ് നടത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു റൂൾസ് ഒന്ന് നോക്കാനുണ്ട്. എല്ലാ കാര്യവും നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. എന്തൊക്കെ പറ്റൂല?
personal abilities of skill or any other personal qualification cannot be assigned. ഒരാളുടെ ക്വാളിഫിക്കേഷൻ, ഒരാളുടെ സ്കില്ല്, ഒരാളുടെ എബിലിറ്റീസ് ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. പ്രോമിസർ cannot be compelled to accept a third person to perform the promise. അതുപോലെ തന്നെ പ്രോമിസ് ആയിട്ടുള്ള ഒരാളുടെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോമിസർ മറ്റൊരാളെ കമ്പൽ ചെയ്യാൻ പറ്റൂല എന്ന്. അഥവാ ഞാൻ എൻ്റെ പെർഫോമൻസ് സ്വീകരിക്കേണ്ട ആൾ വേറൊരാളാണ്, അയാൾക്ക് പകരം ഞാൻ എന്ത് ചെയ്തു, വേറൊരാളോട് ഞാൻ പറയുകയാണ് ഈ ഒരു പെർഫോമൻസിന് നീ ചെയ്യണമെന്ന് അയാളോട് ഞാൻ പറയുകയാണ് എങ്കിൽ ഇവിടെ പ്രോമിസറാണ് കമ്പൽ ചെയ്യുന്നത് പ്രോമിസി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അസൈൻ ചെയ്യാൻ പറ്റൂല. റൈറ്റ്സ് ആൻഡ് ബെനിഫിറ്റ് അണ്ടർ എ കോൺട്രാക്ട് കനോട്ട് ബി അസൈൻഡ്. ഒരു കോൺട്രാക്റ്റിലെ റൈറ്റ്സും ബെനിഫിറ്റ്സും എന്ത് ചെയ്യാൻ പറ്റൂല, ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റൂല. അതാണ് അങ്ങനെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തത് പറയുന്നതാണ് അസൈൻമെൻറ്റ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. നിയമത്തിലൂടെ ഇവിടെ അസൈൻമെൻറ്റ് സംഭവിക്കും. എങ്ങനെയൊക്കെയാണ്? ഇൻ കേസ് ഓഫ് ഡെത്ത് ആൻഡ് ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി. In case of death of any party, the rights and obligation of deceased party pass on to his legal representative. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളിലുള്ള റൈറ്റ്സും ഒബ്ലിഗേഷനും എന്ത് ചെയ്യും, അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് എന്ത് ചെയ്യും, കൈമാറ്റം ചെയ്യപ്പെടും. അതും എന്താണ്, ഒരു അസൈൻമെൻ്റ് ആണ്. ഇനി ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി, ഒരാൾ പാപ്പരായി, of any party, the rights and obligation of the insolvent party pass on to the official receiver or assignee as case may be. ഇവിടെ അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യും, പാപ്പറായി കഴിഞ്ഞാൽ അയാളുടെ റൈറ്റ്സും ഒബ്ലിഗേഷനും എന്ത് ചെയ്യും, അയാളുടെ ഒഫീഷ്യൽ റിസീവർ, കോർട്ട് തീരുമാനിക്കുന്ന ആളാണ് ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ അസൈനി എന്നും പറയും. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, കൈമാറ്റം ചെയ്യപ്പെടും. അതും എന്താണ്, ഒരു അസൈൻമെൻ്റ് ആണ്. ഇതാണ് അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് ഈ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഭാഗം അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അസൈൻമെൻ്റ് ആണ് സക്സഷൻ. എന്താണ് സക്സഷൻ? സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തരാവകാശമായിട്ട് കിട്ടുന്നതിനാണ് സക്സഷൻ എന്ന് പറയുന്നത്. എ സൺ സക്സീഡിങ് ഹിസ് ഫാദർ എസ്റ്റേറ്റ് ഷാൾ ബി ലയബിൾ ടു മീറ്റ് ദ ഡെറ്റ് ആൻഡ് ദ ലയബിലിറ്റി ഓഫ് ഹിസ് ഫാദർ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദി പ്രോപ്പർട്ടി ഇൻഹെറിറ്റഡ്. അസൈൻമെൻറ്റും സക്സഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്? ബെനിഫിറ്റ്സുകളാണ് ഇവിടെ സാധാരണ കൈമാറ്റം ചെയ്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ അസൈൻ ചെയ്തു കൊടുക്കുന്നത്. ലയബിലിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്നാൽ സക്സഷൻ ആണ് എങ്കിൽ ഒരു ഫാമിലി പ്രോപ്പർട്ടി ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അയാളുടെ ബാധ്യതകളും അതുപോലെ തന്നെ ഡെപ്റ്റും ലയബിലിറ്റിയും അസറ്റും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൈമാറ്റം ചെയ്യുന്നത്. ഏതുവരെ? ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയുണ്ടോ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂക്കുള്ള ലയബിലിറ്റിയും ഡെപ്റ്റും എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അതിനെയാണ് സക്സഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.